അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. തൈര് നമ്മളിപ്പോൾ ചേർത്തിട്ടില്ല, കാരണം തൈര് ചേർത്ത് കഴിഞ്ഞാൽ ഇത് തിളപ്പിച്ചെടുക്കാൻ കഴിയില്ല. അപ്പോൾ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതുകൂടി ഞാൻ ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ഇതിവിടെ നന്നായിട്ട് തന്നെ തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടുപ്പിൽ നിന്നും മാറ്റി വെച്ചതിന് ശേഷം ഇതിലോട്ടൊരു 2-3 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ച് കൊടുക്കണം. തൈര് എടുക്കുമ്പോൾ അധികം പുളിയില്ലാത്ത തൈര് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അതായിരിക്കും കിച്ചടിക്ക് ഏറ്റവും നല്ലത്. അധികം പുളിക്കാത്ത തൈര് എടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വെള്ളരിക്ക കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക്